ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഏപ്രിൽ 12. ഞങ്ങളങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൈമാറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒന്നുമില്ല. പക്ഷേ ഇത്തവണ എന്തോ എനിക്ക് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം തോന്നി. പക്ഷെ എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഞാൻ കുറേ ആലോചിച്ചു കേട്ടോ. അങ്ങനെ ആലോചിച്ച ഒടുവിൽ ഞാൻ ഡിസൈഡ് ചെയ്തു ഞാനായിട്ട് തന്നെ ഒരു ഗിഫ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാമെന്ന്. കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നതിൽ എത്ര നല്ലതല്ലേ, നമ്മൾ അവർക്ക് വേണ്ടി എടുക്കുന്ന കെയറും ടൈമും എഫേർട്ടും. അതിൽ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ അവർ ആലോചിച്ച് ചെയ്യുന്ന ഓരോ ടൈമിനും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇത്തവണ ഒരു എംബ്രോയ്ഡറി ഒക്കെ വെച്ച്, അതായത് എനിക്കറിയാവുന്ന എൻ്റെ കഴിവിലുള്ളൊരു കാര്യം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കും തീരുമാനിച്ചെങ്കിലും ഞാനിതിൽ വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല. ചെറുതായിട്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ ലീഫും പൂവും ഒക്കെ ചെയ്യുന്നല്ലാതെ ഇത്ര ഒരു സംഭവത്തിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല, ഇനി എങ്ങാനും ഫ്ലോപ്പ് ആയാലോ എന്നൊരു പേടിയായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓരോ സ്റ്റേജസ് കഴിയുമ്പോഴുള്ള ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ മാത്രമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം വീഡിയോ എടുക്കാൻ ഒരു കോൺഫിഡൻസ് എനിക്ക് അപ്പോഴും ഇല്ലായിരുന്നു. ഗിഫ്റ്റ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസേ ഇല്ലായിരുന്നു. കാരണം എനിക്ക് എന്നിലുള്ള വിശ്വാസം അത്ര ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഫൈനലി എനിക്ക് ഞാൻ പേടിച്ചതുപോലൊന്നും അല്ലാതെ അത്യാവശ്യം നല്ലൊരു രീതിക്കുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ കിട്ടി കേട്ടോ. ആൻഡ് ഇത് ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും സങ്കടവും ഒക്കെ എനിക്ക് തോന്നി. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ 17 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. സ്റ്റിൽ ഞാൻ ഫസ്റ്റ് അവളെ കണ്ട ദിവസത്തെ അവൾ എന്താണോ അത് തന്നെയാണ് അവൾ ഇന്നും. ഒരു മാറ്റവും ഇല്ല. ഒരിക്കലും നമ്മളെ അകറ്റി നിർത്തിയിട്ടില്ല. ഒരു സങ്കടം നമുക്ക് വന്നാൽ അത് അവളുടെ സങ്കടമായിട്ട് കാണുകയും അത്ര നമ്മളുടെ അടുത്ത് ഫ്രണ്ട്ലി എന്ന് പറയുന്നതിലപ്പുറം ഒരു സിസ്റ്റർലി ഫീല് തന്നിട്ടുള്ള ഒരാളാണ് അവള്. എനിക്കുള്ള ഒരേ ഒരു ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അവൾ എൻ്റെ ലൈഫിൽ കേട്ടോ. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ചെയ്ത ഈ ഗിഫ്റ്റിൽ എനിക്ക് ഭയങ്കര സന്തോഷത്തിനപ്പുറം സങ്കടമാണുള്ളത്. അതുപോലത്തെ ഒരു മെമ്മറിയാണ് അവളായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലെ ഓരോ സാധനവും ഞാൻ തന്നെ ചെയ്താണ്. ഈ സ്ക്രഞ്ചീസ്, ഈ ഗിഫ്റ്റ് ബോക്സ്, അതാണ് അതിന്റെ പെർഫെക്ഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഞാൻ തന്നെ ചെയ്തതാണെന്നുള്ളത്. അതുവരെയും ഞാനാണ് ചെയ്തത്. ഒരു കടയിൽ നിന്ന് ഞാൻ എത്ര വാങ്ങിക്കൊടുത്താലും എത്ര രൂപയുടെ സാധനം വാങ്ങിക്കൊടുത്താലും അവൾ എനിക്ക് തന്ന ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടി കുറച്ച് എഫേർട്ട് തന്നെ എടുക്കാമെന്ന് ഞാൻ ഓർത്ത് ചെയ്തത്. ഇത് എനിക്ക് ചെയ്യാനായിട്ടൊരു 7 ദിവസം എടുത്തിട്ടുണ്ട് കേട്ടോ. 7 ദിവസത്തിൽ ഒരു 2, 3, 5 മണിക്കൂർ വരെ ഒരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചില ദിവസം 2 മണിക്കൂർ, ചില ദിവസം 5 മണിക്കൂർ, അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്താണ് ഞാൻ ഇത് ചെയ്തത് കേട്ടോ. എനിവേ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കാൻ എന്ത് ഗിഫ്റ്റാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക? പുറത്തുനിന്ന് വാങ്ങുന്നതാണോ അതോ ഇതുപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ആണോ നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യാന്നൂടി ഒന്ന് പറയട്ടോ. എനിക്ക് എന്തായാലും എൻ്റെ ഫ്രണ്ടിന് ഞാൻ എൻ്റെ മനസ്സിൽ തട്ടി കൊടുക്കുന്ന ഗിഫ്റ്റാണ് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻസ് കൂടി പറയുക. നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ ഒന്ന് പറഞ്ഞേക്കുക കേട്ടോ. ടാറ്റാ.